ഹലോ, ഞാൻ ഡോക്ടർ ഹരീഷ് കുമാർ, മോണരോഗ ചികിത്സാ വിദഗ്ധനാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉള്ള ചില മിഥ്യാധാരണകളെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. അധിക ആളുകളും ഉപയോഗിക്കുന്ന ബ്രഷ് ഹാർഡ് ബ്രഷോ അല്ലെങ്കിൽ കട്ടി കൂടിയ ബ്രഷുകളോ ഉപയോഗിച്ചാണ് അധിക പേരെയും ഞങ്ങൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന കാണുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ അത് തേഞ്ഞു പോകും, അല്ലാതെ അമർത്തി പല്ല് തേച്ച്. അപ്പോൾ സാധാരണ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് വേണം നമ്മൾ പല്ല് തേക്കാൻ. മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ച് മുകളിലേക്കും താഴേക്കും ബ്രഷ് ചെയ്യുന്ന സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച്, മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് ഈ സ്പീഡിൽ വേണം നമ്മൾ പല്ല് തേക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബ്രഷ് കട്ടി കൂടിയ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനാമിൽ തേഞ്ഞു പോകുന്നു, പല്ലിന് പുളിപ്പ് വരും. ഇതാണ് സംഭവിക്കുന്നത്, പല്ല് തേഞ്ഞു പോകും. അതുകൂടാതെ ബ്രഷ് ചെയ്യുന്ന രീതി നമ്മളിങ്ങനെ വല്ലാതെ അമർത്തി ഇങ്ങനെ ഇങ്ങനെ തേക്കുമ്പോൾ പല്ലിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണപദാർത്ഥങ്ങൾ മുഴുവനായിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അവിടെ ഇരുന്ന് അരഞ്ഞ ഭക്ഷണം ഇരുന്ന് അതിൽ കാൽഷ്യം അടിഞ്ഞ് കട്ടിയാവും. അതിനാണ് നമ്മൾ സാധാരണ ലാംഗ്വേജിൽ ഇത്തിൾ എന്നൊക്കെ പറയുന്നത്. കക്ക പിടിച്ചു, ഇത്തിൾ പിടിച്ചു എന്നൊക്കെ പറയും. ഇതൊരു വെള്ള കളറിലോ അല്ലെങ്കിൽ ഇളം മഞ്ഞ കളറിലോ കടും മഞ്ഞ കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് കളറിലോ ഒക്കെ പ്രത്യക്ഷപ്പെടാം. അത് പല്ലിൻ്റെ മുകളിലും പല്ലിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് കട്ടിയായി ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് ഒന്നാമത് ബാക്ടീരിയ വളരാൻ ഇതൊരു കാരണമാണ്. പിന്നെ ഇത് പിടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് മോണ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പല്ലുകൾ തമ്മിൽ ഇട വരും, പല്ലുകൾ ഗ്യാപ്പ് വരും, മോണ താഴോട്ടേക്ക് ഇത് കട്ടി പിടിക്കുന്നുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ ഇത് മോണേനെ തള്ളി താഴോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഇതേപോലെ ഇത്തിൾ പിടിച്ച ഒരാൾ, കട്ടി കൂടി ഇത്തിൾ പിടിച്ച് വളരെയധികം ഇത്തിളൊക്കെ പിടിച്ച ഒരാൾ പല്ല് ക്ലീൻ ചെയ്യാൻ പോകും. പല്ല് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തിൾ മുഴുവൻ എടുത്ത് കളയും. അഴുക്കുള്ള ഇത്തിൾ, ആവശ്യമില്ലാത്ത അഴുക്കാണ് ഇതെല്ലാം. അത് എടുത്ത് കളയുമ്പോൾ വായ വൃത്തിയായി കഴിയുമ്പോൾ എന്ത് പറ്റും, ആ ഇത്തിൾ പിടിച്ച ഭാഗത്തുള്ള പല്ലൊക്കെ ക്ലീൻ ആയല്ലോ. അപ്പൊ മോണ ഇറങ്ങിപ്പോയ മോണ കയറി വരില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, ആ മോണ കൊണ്ട് മൂടപ്പെട്ടിരിക്കേണ്ടതായ പല്ലിന്റെ വേര് ഭാഗങ്ങൾ കുറെയൊക്കെ പുറത്തു വന്നിട്ടുണ്ടാവും, ഇത്തിൾ പിടിച്ച് മോണ താഴോട്ടേക്ക് ഇറങ്ങിയത് കാരണം. അപ്പൊ അത് എക്സ്പോസ്ഡ് ആയി വായിലേക്ക് കാണപ്പെട്ടു ഈ ക്ലീൻ ചെയ്ത ശേഷം. അപ്പൊ അവിടെ ചൂടും തണുപ്പും മധുരമൊക്കെ തട്ടുമ്പോൾ ഈ പേഷ്യന്റിന് പുളിപ്പ് വരാൻ തുടങ്ങും. അപ്പൊ പേഷ്യന്റ് അതിനെ ക്ലീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യും. ക്ലീനിങ് കഴിയുന്നത് വരെ എനിക്ക് പുളിപ്പുണ്ടായിരുന്നില്ല, ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുളിപ്പ് വന്നത് എന്നത്. ഇത് ഏറ്റവും ജനറലായിട്ട് ഈ പേഷ്യൻസ് പറയുന്നൊരു കംപ്ലൈന്റ് ആണ്. എന്നിട്ട് എല്ലാവരോടും അവർ പറഞ്ഞു നടക്കും, നിങ്ങൾ ക്ലീൻ ചെയ്യരുത്, ക്ലീൻ ചെയ്താൽ പുളിപ്പ് വരും, ക്ലീൻ ചെയ്യുന്നത് പല്ലിന് കേടാണ്, എനിക്ക് പുളിപ്പ് വരാൻ തുടങ്ങി ക്ലീൻ ചെയ്ത ശേഷമാണ്. അത് എന്തുകൊണ്ടാണ് പുളിപ്പ് വരാൻ കാരണം എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത് ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ പറയുന്നത്. ഇത്തിൾ പിടിച്ചത് പേഷ്യന്റ് ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഡോക്ടർ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ്, ആ ഇത്തിളും അഴുക്കും എടുത്തു കളഞ്ഞു പല്ലിന്റെ മുകളിൽ നിന്ന്. അപ്പൊ ഇത്തിൾ പിടിച്ചത് കാരണമാണ് മോണ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി വേര് പുറത്തു വന്നത്. അപ്പൊ എത്രത്തോളം ഇത്തിളിന്റെ അളവ് കൂടുന്നു അത്രത്തോളം മോണ താഴോട്ടേക്ക് ഇറങ്ങി അത്രത്തോളം വേര് പുറത്തു വരും. അതുകൊണ്ടാണ് പേഷ്യന്റിന് ക്ലീൻ ചെയ്ത ശേഷം പുളിപ്പ് അനുഭവപ്പെടുന്നത്. കാരണം മോണ മൂടിയിരിക്കേണ്ട ഭാഗമാണ് പല്ലിന്റെ വേര്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഈ പുളിപ്പ് മാറാനുള്ള ചികിത്സ ചെയ്യണം, പിന്നെ ക്രമേണ അത് മാറും, ഇങ്ങനെയൊക്കെ അതിന്റെ പിന്നാലെ നടക്കണം നമ്മൾ. അത് കൂടാതെ വേര് പുറത്തു വരുന്നതിനനുസരിച്ച് പല്ലിന്റെ ബലക്ഷയമല്ല സംഭവിക്കുന്നത്. അപ്പൊ കാലാകാലങ്ങളിൽ ഇത്തിൾ പിടിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കി അത് ക്ലീൻ ചെയ്ത് കളയണം. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും പല്ല് പോയി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ കൂടുതൽ മോണ ഇറങ്ങുന്നതിൽ നിന്നും പല്ലിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ ബ്രഷിങ്ങിന്റെ രീതി വൃത്തിയായി ശ്രദ്ധിക്കുക, സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക, പല്ലിന്റെ എല്ലാ സ്ഥലങ്ങളിലും ബ്രഷ് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി വൃത്തിയായി വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.